ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുരുജി ഇപ്പോൾ അർച്ചനയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗുരുജി പറയുന്നുണ്ട്, ഈ ജാതകത്തിൽ നിഗൂഢതകൾ അനവധിയാണ്, എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ജാതകപ്രകാരം സമൃദ്ധി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഗുരുജി പറയുന്നത് കേട്ട് അവിടെയുള്ള സ്റ്റാഫുകൾ രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഈ സമയം തന്നെ അവിടുത്തെ വിളക്കുകളും അണയുന്നു. ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങാനാകില്ല. സൂര്യോദയം വരെ ധ്യാനത്തിലായിരിക്കണം. മരത്തിൻ്റെ പൂജാനടയിൽ വിളക്ക് തെളിയിച്ചോളൂ എന്ന് അവരോട് പറഞ്ഞ് ഗുരുജി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഗുരുജി ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയം അവന്തിക പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഗുരുജി നടന്നു പോകുന്നത് അവന്തിക കാണുന്നു. ഇത് കണ്ട് അവന്തിക ഇപ്പോൾ ഗുരുജിയുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഗുരുജി എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നോക്കാൻ പുറകെ പോയി ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഗുരുജി എവിടെയെങ്കിലും കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഗുരുജിയെ കാണാതെ അവിടെയെല്ലാം നോക്കിയിട്ട് അവന്തിക തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് പുറകിൽ ഗുരുജി വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടൊന്ന് ഞെട്ടുന്നുണ്ട് അവന്തിക. എന്താ ഈ സമയത്ത് ഇവിടെ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഗുരുജി അവന്തികയോട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഗുരുജി പറയുന്നുണ്ട്, ഇത് കുട്ടി വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു സ്ഥലമല്ല. നടന്നു പോകുന്ന കാലടികളിൽ പോലും അപകടം പതിയിരിപ്പുണ്ട്. ഉടനെ ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു. അത് കേട്ട് അവന്തിക ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട്. അത് കണ്ടിപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഗുരുജി പറയുന്നുണ്ട്, കേട്ടില്ലേ, കാലം കോഴിയാ. മരണമാണത് വിളിച്ചു വരുത്തുന്നത്. ആരുടേതാണെന്ന് ആർക്കറിയാം? അതിൻ്റെ മുന്നിലേക്ക് നടന്നു കയറണോ എന്ന് ഗുരുജി ചോദിക്കുമ്പോൾ, ഞാനിവിടെ എന്തോ ശബ്ദം കേട്ട് ഇവിടേക്ക് വന്ന് നോക്കിയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അവന്തിക. പരിചയമില്ലാത്ത ശബ്ദങ്ങൾ പലതും കേൾക്കും. ഗന്ധർവ സഞ്ചാരമുള്ള സ്ഥലമാണിവിടം. വീണ്ടും ചിരിച്ചുകൊണ്ട് എന്നിട്ട് ഗുരുജി പറയുന്നുണ്ട്, ഞാനത് മറന്നു. ഗന്ധർവനും യക്ഷികളും തമ്മിൽ ശത്രുതയില്ലെന്ന് പുരാവൃത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് ഗന്ധർവൻ്റെ ഭയം വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് ഗുരുജി. ഞാനിപ്പോൾ തന്നെ മുറിയിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ അവന്തിക പറയുന്നു. അനാവശ്യമായ ലക്ഷ്യങ്ങളിലേക്ക് നടക്കരുത്, അത് അപകടമാണ്, അത് ഓർമ്മിച്ചാൽ നന്ന് എന്നിങ്ങനെ ഒരു താക്കീതും അവന്തികയ്ക്ക് കൊടുക്കുന്നുണ്ട് ഗുരുജി. എന്നിട്ട് ഗുരുജി അവിടെ നിന്നും പോകുന്നു. ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് അവന്തിക. ശേഷം കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ ചികിത്സാ മുറിയിലാണ്. അവിടെ കിടന്നിപ്പോൾ ഉറങ്ങുകയാണ് അർച്ചന. ഈ സമയം പുറത്തുകൂടി പതിയെ പമ്മി കബീർ ഖാൻ വരുന്നുണ്ട്. എന്നിട്ട് അർച്ചന കിടക്കുന്ന ആ റൂമിൻ്റെ ജനൽപ്പാളി പതിയെ തുറന്നിട്ട് അകത്തേക്ക് ഒരു പുക ഉണ്ടാകുന്ന ഒരു സാധനം ഇങ്ങനെ കത്തിച്ചിടുന്നുണ്ട്. ഈ സമയം ഗുരുജി ആണെങ്കിൽ പൂജയിലായിരുന്നു. കബീർ ഖാൻ ആണെങ്കിൽ അത് കത്തിച്ചിട്ട ശേഷം ആ ജനലിനടിയിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. അർച്ചനയ്ക്ക് ഈ സമയം തന്നെ ആ പുക ശ്വസിച്ച് ചുമയും ശ്വാസം മുട്ടലും ഉണ്ടാകുന്നു. ആ ജനലടച്ചതിന് ശേഷം കബീർ ഖാൻ വളരെയധികം സന്തോഷത്തോടെ പോകുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടിയിട്ട് അർച്ചന എഴുന്നേൽക്കുന്നുണ്ട്. ഗുരുജിയെ വിളിക്കുകയും ചെയ്യുന്നു. ഒരു 2-3 തവണ ഗുരുജി ഗുരുജി എന്ന് വിളിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ബോധം കെട്ട് ആ കട്ടിലേക്ക് തന്നെ വീണിരിക്കുകയാണ് അർച്ചന. ഗുരുജി ആണെങ്കിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ സമയം കബീർ ഖാൻ ഇപ്പോൾ മൂർത്തിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ആർക്കും ഒരു തെളിവും ലഭിക്കാൻ പോകുന്നില്ല. രാവിലെ ആകുമ്പോൾ പുകയടങ്ങും, അവളുടെ ജീവൻ ഒടുങ്ങും എന്ന് കബീർ ഖാൻ പറയുമ്പോൾ, ഓർമ്മ തിരിച്ചു കിട്ടാൻ വന്നവൾ ഓർമ്മയെ മാറും അല്ലേ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ മൂർത്തി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവന്തിക മാഡത്തിനുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കുമെന്നറിയാമോ എന്നിങ്ങനെ മൂർത്തി പറയുന്നത് കേട്ട്, പറഞ്ഞ പോലെ മാഡത്തെ കണ്ടില്ലല്ലോ എന്ന് കബീർ ഖാനും പറയുന്നുണ്ട്. സമാധാനമായിട്ട് ഉറങ്ങിക്കാണും എന്ന് മൂർത്തിയും പറയുന്നു. ഉറങ്ങിക്കോട്ടെ, സമാധാനമായി ഉറങ്ങിക്കോട്ടെ. ഇപ്പോൾ തന്നെ ആ പെണ്ണ് ശ്വാസം മുട്ടി ബോധം കെട്ട് വീണിട്ടുണ്ടാകും. ഇനി ഒരു അരമണിക്കൂർ, അതിനകം അവളുടെ കാര്യം തീരും. ഒരു ഈച്ച പോലും അറിയാൻ പോകുന്നില്ല. രക്ഷയുടെ വാതിൽ തുറന്ന് അവളുടെ അരികിലേക്ക് ആരും വരാൻ പോകുന്നില്ല എന്നിങ്ങനെ കബീർ ഖാൻ പറയുന്ന സമയം ഗുരുജി ഇത് ധ്യാനത്തിൽ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കതക് തുറന്ന് ഗുരുജി അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഗുരുജി ഇപ്പോൾ അകത്തേക്ക് വരുന്നുണ്ട്. പുറകെ ഇപ്പോൾ സ്റ്റാഫുകളും വരുന്നു. വന്ന് അർച്ചനയെ വിളിക്കുന്നുണ്ട്. എന്നാൽ അർച്ചന എഴുന്നേൽക്കുന്നില്ല. അമ്മേ ദേവി, ചതി നടന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഗുരുജി. ശേഷം ഇപ്പോൾ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു തളികയിൽ കർപ്പൂരം ഇങ്ങനെ കത്തിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അതിനകത്തെ പുകകളെല്ലാം മാറിയിരിക്കുകയാണ്. ശേഷം അർച്ചനയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. സ്റ്റാഫിനോട് പറയുന്നുണ്ട് മരുന്ന് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ അവർ ആ മരുന്ന് എടുത്തുകൊണ്ട് വന്ന് അർച്ചന ഇപ്പോൾ ആ സ്റ്റാഫുകൾ പിടിച്ചിരുത്താൻ പറയുന്നു. അങ്ങനെ എഴുന്നേൽപ്പിച്ചിരുത്തി അർച്ചനയ്ക്ക് ആ മരുന്ന് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചനയ്ക്ക് ബോധമൊക്കെ വീണ് കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. സ്റ്റാഫുകളോട് പൊക്കളാൻ പറയുന്നു ഗുരുജി. എന്നിട്ട് ഗുരുജി ഇപ്പോൾ പേടിച്ചു പോയോ? അരുതാതൊന്നും ഈ ആശ്രമത്തിൽ നടക്കില്ല. മകൾ ഉറങ്ങിക്കോളൂ. സമൃദ്ധ ഉറങ്ങുന്നത് വരെ ഞാനിവിടെ ഉണ്ടാകും. സമാധാനത്തിൽ കിടന്നോളൂ എന്ന് പറഞ്ഞ് ഗുരുജി ഇപ്പോൾ അർച്ചനയെ കിടത്തുന്നുണ്ട്. കിടത്തി പുതപ്പൊക്കെ പുതച്ചു കൊടുക്കുന്നു.
അങ്ങനെ ഗുരുജി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം സമയം ഇപ്പോൾ രാവിലെ ആയിരിക്കുന്നു. അവിടുത്തെ പുറത്തിരിക്കുന്ന കൽവിളക്കിൽ വിളക്ക് കൊളുത്തുകയായിരുന്നു അവിടുത്തെ ഒരു സ്റ്റാഫ്. ആ സമയമാണ് അവിടെ ഒരു കാല് താഴെ ഒരാൾ താഴെ കിടക്കുന്നത് കാണുന്നത്. അയാളുടെ കാല് മാത്രമേ കാണുന്നുള്ളൂ. അത് മറ്റാരുമായിരുന്നില്ല, അവന്തികയായിരുന്നു. ആ സ്റ്റാഫ് ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. ഗുരുജിയും എല്ലാം വിളിക്കുന്നു. അങ്ങനെ ഇപ്പോൾ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. മൂർത്തിയും അവിടെ വന്ന് മേഡം മേഡം എന്ന് പറഞ്ഞ് അവന്തികയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ സമയം ഇന്നലെ രാത്രി നടന്ന ആ ഒരു സംഭവം ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് അവന്തിക. അവന്തിക പുറത്തിങ്ങനെ നിൽക്കുന്ന സമയം അവിടെ മൊത്തത്തിൽ പുക വന്ന് മറയുന്നുണ്ടായിരുന്നു. പുക വന്ന് മറിഞ്ഞ് ശ്വാസം മുട്ടി അവിടെ തല കറങ്ങി വീഴുകയായിരുന്നു അവന്തിക. അർച്ചനയ്ക്ക് വേണ്ടി ചെയ്തത് ഇപ്പോൾ അവന്തികയ്ക്കാണ് തിരിച്ചു വന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നടന്ന സംഭവമൊക്കെ അവന്തിക ഇങ്ങനെ മൂർത്തിയോടും എല്ലാവരോടുമായി പറയുന്നുണ്ട്. കബീർ ഖാനും അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കേട്ട് കബീർ ഖാൻ ഒന്ന് വല്ലാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് അവന്തികയോട് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഇല്ല കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. ഈ സമയം ഗുരുജി അവിടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി, കാഴ്ചകളൊക്കെ മറന്നതുപോലെ തോന്നുന്നല്ലോ എന്നിങ്ങനെ ഗുരുജി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല ഗുരുജി. ഒരു കാലം കോഴി കൂവിയതും ഒരു പുക വന്ന് മൂടിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നിങ്ങനെ അവന്തിക പറയുമ്പോൾ ഗുരുജി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദൈവവിചാരം മനസ്സിൽ നിന്നും അല്പം വ്യതിചലിച്ചു അല്ലേ? പുറത്തു മാത്രമല്ല അകത്തും പുക വന്ന് മൂടിയിട്ടുണ്ട്. അത് മാറാൻ പ്രാർത്ഥന വേണം, ഈശ്വരാനുഗ്രഹവും വേണം. ഇനിയെങ്കിലും ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിക്കൂ. മനസ്സിലെ ഇരുട്ട് മാറ്റുക. എല്ലാം നല്ലതാകും എന്ന് അവന്തികയോട് പറഞ്ഞതിന് ശേഷം മൂർത്തിയും കബീർ ഖാനെയും ഒന്ന് നോക്കുന്നുണ്ട് ഗുരുജി. അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ഗുരുജി. ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അവന്തികയ്ക്ക് തീരെ വയ്യ. അവന്തിക വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെ. ഗുരുജി കുറച്ചും കൂടെ നടന്നതിന് ശേഷം വീണ്ടും അവന്തികയെ തിരിഞ്ഞൊന്ന് നോക്കി ചിരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് അവന്തിക. ശേഷം ഇപ്പോൾ ആശ്രമത്തിലേക്ക് സച്ചിയും ആരതിയും കൂടി വന്നിട്ടുണ്ട്. കാറിൽ നിന്നും ഇറങ്ങുന്ന പാടെ ഇപ്പോൾ സച്ചി മൂർത്തിയെ കാണുന്നു. മൂർത്തി ഇപ്പോൾ സച്ചിയെ കാണുന്നുണ്ട്. കബീർ ഖാനുമായി സംസാരിച്ച് പോവുകയായിരുന്നു മൂർത്തി ഇപ്പോൾ സച്ചിയെ കണ്ട് ഒന്ന് വല്ലാതാകുന്നുണ്ട്. ആരതി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഈ നോക്കി നിൽക്കുന്നത് എന്ന്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇതാ മൂർത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, അതാ മൂർത്തിയാണെങ്കിൽ കൂടെ അവന്തികയും കാണും. ഇവർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ലല്ലോ ഇത് എന്തോ ഒരു ഗൂഢാലോചനയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഇവിടെ ഒരു ഗൂഢാലോചന നടക്കില്ല, ഇത് ഗുരുജിയുടെ സ്ഥലമാണ്, നമുക്ക് ഗുരുജിയെ കാണാൻ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ആരതി ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട മൂർത്തി ഇപ്പോൾ കബീർ ഖാനോട് പറയുന്നുണ്ട്, അതാണ് സച്ചി, അവർ രണ്ടുപേരും നമ്മുടെ ശത്രുക്കളാണ്, സച്ചിയാണ് കൊല്ലേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മൂർത്തി പറയുമ്പോൾ കബീർ ഖാൻ പറയുന്നുണ്ട്, അതാണോ കാര്യം? ഒരു കൊതുകിനെ തല്ലുന്നത് പോലെ ഈസി അല്ലേ ഇവനെ പോലെയുള്ള ഒരാളെ കൊല്ലാൻ എന്നിങ്ങനെ പറയുന്നത് കബീർ ഖാൻ പറയുന്നത് കേട്ട് മൂർത്തി പറയുന്നുണ്ട്, എത്ര അടിച്ചാലും താഴാത്ത പത്തിയുടെ ജന്മമാണവൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല എന്ന് പറയുന്നത് കേട്ട് കബീർ ഖാൻ പറയുന്നുണ്ട്, എന്താ മൂർത്തി ഇത്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇന്ന് രാത്രി കൊണ്ട് ഞാൻ ഇവനെ തീർത്തു തരാം എന്ന് കബീർ ഖാൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് മൂർത്തി പറയുന്നുണ്ട്, ഇന്ന് രാത്രി നീ അവനെ തീർത്താൽ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊരു പൊന്മോതിരം വാങ്ങി ഞാൻ തരും. അങ്ങനെ അതും പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ആരതിയും സച്ചിയും കൂടി ഗുരുജിയെ കാണാൻ എത്തിയിരിക്കുകയാണ്. ഗുരുജി ഇപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, ചിത്ര പൗർണമി കഴിഞ്ഞല്ലേ രണ്ടാളും പോകുന്നുള്ളൂ എന്ന്. അവർ പറയുന്നുണ്ട് അതേ ഗുരുജി എന്ന് ആരതി പറയുന്നു. ഈ ചിത്ര പൗർണമി തൻ്റെ ജീവിതം മാറ്റിമറിക്കും എന്നൊക്കെ ഗുരുജി ഇപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്. സച്ചിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് ആരതി പറയുമ്പോൾ നാം അതും കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഗുരുജി. അങ്ങനെ ഇപ്പോൾ മൂർത്തിയൊക്കെ വന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗുരുജിയോട് പറയുന്നുണ്ട് അവർ. എന്നാൽ ഗുരുജി അതെല്ലാം ഒന്ന് ചിരിച്ച് കേൾക്കുന്നതേ ഉള്ളൂ. ശേഷം അവരിപ്പോൾ അർച്ചനയുടെ ചികിത്സയെപ്പറ്റി തിരക്കുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട്, അവസാനഘട്ട ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളത്തെ അർദ്ധനാരീശ്വരി പൂജാ ദിവസവും കൂടെ കഴിഞ്ഞാൽ ചികിത്സ പൂർത്തിയാകും, ഓർമ്മ തിരിച്ചു കിട്ടും എന്നൊക്കെ ഇപ്പോൾ പറയുകയാണ് ഗുരുജി. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഗുരുജിയോട് സച്ചി. പ്രതീക്ഷയോടെ കാത്തിരിക്കുക, എല്ലാം നല്ലതായി വരുമെന്ന് ഗുരുജി പറയുന്നു. ശേഷം അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന ഇപ്പോൾ ഒരു മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.